ഹായ് ഗായ്സ്, അപ്പം നമ്മളിന്നൊരു പുതിയ വ്ളോഗായിട്ട് വന്നേക്കുന്നതാണ്. എൻ്റെ കൂടെയുള്ള ഈ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഞാൻ മെയ് 9 പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഫുള്ള് കിട്ടില്ല, കുട്ടി ഭയങ്കര ബിസിയായി പോയി. അതുകൊണ്ട് ചെറിയ ക്ലിപ്പൊക്കെ ഉണ്ട്, അത് ഞാനത് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സർപ്രൈസൊക്കെ ചെയ്യാൻ നോക്കി, എന്നിട്ട് എന്തൊക്കെയൊക്കെ നടന്ന് സർപ്രൈസ്ഡ് ആയി. പക്ഷേ എടുക്കാൻ വലിയ വ്ളോഗർ എന്നുള്ളതുകൊണ്ട് കഴിവില്ലായിരുന്നു എടുക്കാൻ. ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോഴത് വലിയ ഇതൊന്നും എടുത്തിടാൻ അത്ര ഉള്ള കണ്ടന്റ് ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നു. അപ്പം ഞാൻ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. പിന്നെ ഞങ്ങൾ കോളേജിലോട്ട് പോവാണ്, പ്രോജക്റ്റ് ചെയ്യുക. ഞങ്ങൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് ആട്ടോ. ഡിഗ്രിയുള്ള പിള്ളേരാണെങ്കിൽ ഇരിക്കുമെങ്കിലും നമ്മളെ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണ് ആവാൻ പോകുന്നുണ്ട്. ഇനി ഒരു സെമ്മും കൂടെ ഉണ്ട്, അതിൻ്റെ ലാസ്റ്റ് ഇയറിലെ പ്രോജക്റ്റ് സിംഗിളായിട്ട് ചെയ്യണം. നമ്മൾ ഡിഗ്രിയിൽ ഗ്രൂപ്പായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ അറിവില്ല അതിനെക്കുറിച്ച്. അതുകൊണ്ട് എല്ലാവരും തുടങ്ങി ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങൾ മാത്രമല്ല മടിച്ചികളാണ്. ഇപ്പോൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അങ്ങനെ അപ്പം കോളേജിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കോളേജിലോട്ട് പോയിട്ട് എത്തിയിട്ട് കാണാം. ആ വിദൂരതയിൽ കാണുന്നതാണ് ബർത്ത്ഡേ ഗേൾ. ഇതെന്ത് പോസ പുതിയ ഇതിലോട്ടൊന്നും നോക്കരുത്, അവിടെ നിന്നില്ലേ. നോട്ടിഫിക്കേഷൻ അതാ ഞാൻ ഇവിടെ മണല് കിടക്കുന്നുണ്ട്. ഞാൻ കയറാം. ഇവിടം വരെ നമുക്ക് പോകാൻ പറ്റും, പക്ഷെ ഇവിടെ ഗേറ്റ് ഇട്ടേക്കുന്ന അപ്പൊ വാ, നീ ഇല്ലേ കാണട്ട്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, വെൽക്കം. ശരി എന്നാ. എന്ത് എന്നാ ഹലോ, അങ്ങനെ നിൽക്കുന്നേ അമ്മേ. കൃഷിയുടെ വിളപ്പിലുണ്ട്. ഹലോ സഞ്ജീവ്, നിന്റെ കൈ തരാനും പറ്റത്തില്ല. എനിക്ക് നാണം എടുക്കാൻ കുറച്ച് പാടാ. ഞാൻ ഉണ്ടാക്കിയതാ, അത് അവിടെ ഇവിടെ നിന്നൊക്കെ പോയോ അറിയാൻ വയ്യ. ടിഷ്യൂ പേപ്പർ വെച്ച് അത് രണ്ടും പൊട്ടി, ബാക്കി പുറകെ തരാം. അതെന്താന്നറിയോ, ഞാൻ മറ്റേ കമ്പി വെച്ച് അല്ലാതെ ടിഷ്യൂ മറ്റേ ഇങ്ങനെ കമ്പ് കണക്ക് സ്റ്റെമ്മ് കണക്ക് വെച്ചിട്ട് ഇങ്ങനെ മറ്റേ ബൊക്ക കണക്ക് വെക്കും. പക്ഷെ കമ്പി ഇല്ല. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കുന്നത് ഇതാ. പൊട്ടിച്ചു. അത് അതിനകത്തിരിക്കുന്നൊരു സാധനം നശിച്ചോ എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. അതിനകത്തൊരു വെയിറ്റ് ഉള്ള സാധനമുണ്ട്. അപ്പം അത് ഒന്ന് മറ്റേതിനെ തട്ടിയോ എന്ന് അറിയാൻ വയ്യ. കിട്ടുന്നില്ല. എക്സ്പ്രഷൻസ് കിട്ടാൻ പാട്. എണീറ്റിക്കാം. മറ്റേ ബൊമ്മക്കുട്ടി തട്ടിയോടി അല്ല, ആടി പോയടി. എനിക്ക് അപ്പോഴേ തോന്നി. ആണ്ട് അത് അവനെ പൊക്കെ അതങ്ങ് ഇളക്കി. ഞാൻ തട്ടാതിരിക്കാൻ വേണ്ടി വെച്ച് ആണ്ട് ഇവിടെ ഇതൊട്ടിച്ച് വെച്ചിരുന്നേ. ഇളകിപ്പോയി ഗൈസ്. അതൊക്കെ ഇളക്കും. അത് ഞാനേ ഇതിന് വെയിറ്റ് കൂടുതലല്ലേ, ഇത് ചെന്ന് ഇവനെ ഇടിച്ചാലോ എന്ന് വിചാരിച്ച ആണ്ട്. ഇത് പഴയതായിരുന്നു, ഞാൻ പെയിന്റ് അടിച്ചെടുത്ത്. അത് മറ്റേ അടിയിലെ കവർ മറ്റേ ബ്രൗണിയുടെ കവറില്ലേ, ബ്രൗണിയുടെ
മേടിച്ചു പെയിന്റ് അടിച്ചു. സ്റ്റിക്കർ ഞാൻ നോക്കി നടന്നത് ഞങ്ങളുടെ ഫ്രിഡ്ജിൽ വെക്കാൻ. നീ അന്ന് ചോദിച്ചായിരുന്നല്ലേ? ഇതിനാ ഞാൻ പറഞ്ഞില്ല ഒന്നൊരു പെണ്ണെന്നെ വലയിച്ചെന്ന്. ഓട്ടിച്ചെടി ആ പെണ്ണെന്നെ. പിന്നെ ഞാനങ്ങ് ക്ഷമിച്ച്, ഫോട്ടോ കൊള്ളായിരുന്നോണ്ട് ഞാൻ ക്ഷമിച്ച്. അത് ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേക്ക് കൊടുത്തത് ഗൈസ്. കാണിക്ക് ഇങ്ങോട്ട് കാണിക്ക്. ഞങ്ങളുടെ ഫോട്ടോസ് പോൾറൈഡ് ചെയ്തതാ. പക്ഷേ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. വില കുറച്ചാണെന്ന് ഇത്രയും ചെയ്ത് അതുകൊണ്ട് ഞാൻ പെണ്ണിനെ വെറുതെ വിട്ട് എന്നെ ഇട്ട് ഓട്ടിച്ചതാ. ഇനി എൻ്റെ ബാഗിങ്ങടെ അത് കാർഡ് അതാ അതിലേ പറഞ്ഞ അത് ആരുടെയും ബർത്ത്ഡേക്ക് വീഴും. തിരിച്ചു നോക്കിയാൽ സ്കാൻഡിയുടെ ഇത് കാണും. അത് മറ്റേ സ്കാൻഡിയിൽ പോയപ്പോൾ മേടിച്ച ഇതിൻ്റെ അത്രയല്ലേ ഉള്ളു ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അടുത്തത് പൊട്ടിക്കാം. അത് ചെയ്യാൻ എനിക്ക് സമയം എടുത്തത്. പക്ഷേ ഈ വർക്കൗട്ടായില്ല സാധനം. അപ്പം നമുക്ക് അടുത്ത ഗിഫ്റ്റ് എടുക്കാം. ഓക്കെ തല എവിടെ? അതല്ലേ എനിക്ക് ഇഷ്ടപ്പെടുമോ എനിക്ക് ഡൗട്ടുണ്ട്. നോക്ക്. ഈ ഇവിടെ ചുണ്ടറികൾ കിടക്കുന്നുണ്ട്. ചുണ്ടറി അതൊക്കെ പിടിച്ചേ. ഞാൻ കൊറേ വലിച്ചു വരെയും കൊട്ടിച്ചല്ലേ, നീ പാട് വിടും. വാ ഖുഷി, വാ 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 കേറ് വാ വാ വാ. ഓ ചുണ്ടറാണ് എൻ്റെ ഈ ചുണ്ടറി അല്ല, 2 ചുണ്ടറന്മാരാ. ഞാൻ എവിടെ പോന്ന് അവിടെ പുറകെ പോന്ന്. ഞങ്ങളൊരു ഗാർഡിയനാ. മോൻ പാടാ ചുണ്ടറനെ. എന്തടീ ഞാൻ അതിനകത്ത് പേപ്പർ കുത്തി കയറ്റി തിളക്കിക്കോ. അതിനകത്ത് ഫ്രണ്ടിലൊരു സ്ക്രാച്ച് ഉണ്ട്. ഇത് കൊണ്ടുവച്ചപ്പോൾ എൻ്റെ ഗ്രേ ഒന്ന് തലോടിയതാ. ഇഷ്ടപ്പെട്ടാ? ഓക്കെ. അപ്പം അടുത്തെടുക്കട്ടെ. അതൊക്കെ നീ അറിയുന്ന എന്തിനാ? ഇതെന്ത് പാട്? എന്നാ ഇഷ്ടപ്പെട്ടാ? എന്നാ അടുത്ത. അങ്ങനെ ഗിഫ്റ്റുകളുടെ സംരംഭം അവസാനിച്ചിരിക്കണു. സംരംഭം അല്ലല്ലോ, എന്തോ ഷുണ്ടറിയുണ്ട്. എടി ഷുണ്ടറി പൊണ്ണ് എന്തുവാ? ഏത് ഭാഷയുടെ? ഞാൻ ലെറ്റർ എഴുതാന്ന് വിചാരിച്ചേ, പക്ഷെ ഞാൻ ലാസ്റ്റ് തരാം. ഫെയർവെല്ലിന് സമയം എടുക്കും. അതിൽ ഓരോ കിഴിയുണ്ട്. മറ്റേ പണ്ട് രാജാക്കന്മാര് കിഴിയിൽ കൊടുക്കത്തില്ലേ? അതല്ല ആ പെട്ടി വെച്ച് നീ നോക്കല്ലേ. തിരികെ അവിടെ അല്ലടി, അതാണ്ട് ബാക്കില്. പെട്ടി വെച്ച് നോക്കണ്ട, പെട്ടിയല്ല അതിനകത്തിരി വേറെയാ. പക്ഷെ നിനക്ക് ഞാൻ നോക്കിയ സാധനം ഒന്നും കിട്ടിയില്ല കേട്ടോ. ഞാൻ കുറേ കഥയുണ്ട്, എല്ലാം പറയാം. പക്ഷെ ഏറ്റില്ല ഇവിടം വരെ. ഇതെങ്ങനെ എത്തുമെന്ന് ഇതായിരിക്കും. ഇത് ഓരോ കിഴികളാ, ഓരോ ഗിഫ്റ്റ് ഓരോന്നിനകത്ത്. അത് 2 കളർ എനിക്ക് ഇഷ്ടപ്പെടുവോടി? ബ്ലാക്ക് അല്ല, ബ്ലൂവും റെഡും. ഒരു മറ്റേ വേറൊരു റെഡാ, മറ്റേ മെറൂൺ മിക്സ് റെഡാ. കീ ചെയിൻ അല്ല, അത് മറ്റേ ടെസക്കല്ലേ, അത് വേറെയാ. അത് മറ്റേ ഡോൾഫിൻ.
ഇത് യൂണിക്കോണും കുതിരയും. ഇതെന്തുവാ? അത് നീ കൈ ഇടത്തില്ലേ? ഞാൻ 2 ബാൻഡ് തന്ന ഇതുവരെ നീ ഇട്ടിട്ടില്ല. 2 തന്നായിരുന്നു ഞാൻ. നീ ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ഇഷ്ടമല്ലെന്ന്. അല്ല മീൻസ് യൂസ് ചെയ്യുന്ന കണക്കത്തെ ഇതല്ലെന്ന്. അല്ല പിന്നെ നീ മറ്റേ ഇല്ല അവിടെ ഗുലാബിൽ അവിടെ പോയപ്പോ ഒരു സാധനം മേടിച്ചില്ല. പക്ഷെ അത് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. അതിന്റെ മറ്റേ റോസ് ഗോൾഡ് കണക്കിന് നീ കയ്യിൽ ഇട്ടോണ്ട് വരത്തില്ലായിരുന്നോ? അത് കണക്കത് കിട്ടിയില്ല. അതിന്റെ റോസ് ഗോൾഡിന് ഒരെണ്ണത്തിനെ അവര് വില പറഞ്ഞപ്പോ ഞാൻ ഓടി. 400 രൂപയെന്ന് ചെറുതൊരു സാധനത്തിന്. അതുകൊണ്ടാ ഞാൻ അത് നോക്കി മേടിച്ചേ. അത് കഴിച്ച് ആ കുഞ്ഞു പെട്ടി ഉണ്ടല്ലോ ലൗച്ചിന് നോക്കിയ അതിനകത്തൊരു 2 സാധനമുണ്ട്. അയ്യോ നീ വില വാങ്ങിക്കാൻ പറഞ്ഞ നീ അറിയാൻ എന്തിനാ? പിന്നെ മറ്റേ അവരുടെ വള്ളി കണക്ക് എന്തെങ്കിലും കാണുമല്ലോ. ആ വള്ളി കണക്ക്. പഠിച്ച് പറയുന്നത് കൂടുണ്ടോ? അത് ഞാൻ മറ്റേ ഡോട്ടാങ്കിയുടെ ഒരു കുഞ്ഞു പെട്ടിയായിരുന്നു. അത് ഞാൻ കളർ അടിച്ചതാ. അത് സൂക്ഷിച്ചെടുക്കണം അതിനകത്ത്. മറ്റേ ഡോട്ടാങ്കി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ മറ്റേ. അത് 1 സെക്കൻഡ് സ്റ്റെഡാ. എന്താ ഭാഗ്യം. പിന്നെ മറ്റേ സാധാ ഒരു സ്റ്റെഡാ. അത് അല്ല കൊള്ളാം. എല്ലാം കിഴി വഴി. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരിക്കും? ഈ 3 ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതായിരിക്കും? ബാഗ് അല്ല, കിഴിയോ? അത് നല്ലൊരു രസമുണ്ട്, നല്ല തോട്ട്ഫുള്ള്. ബാഗ് ഇഷ്ടപ്പെട്ടോ? ബൊക്കെ ബൊക്കയ്ക്കാൻ ഞാൻ സമയം എടുത്തത്. ഒരു ദിവസം എടുത്തതാ അടിച്ചു വെക്കാൻ. അത് 24 പൂവുണ്ട്. എൻ്റെ 24 വയസ്സല്ലേ എനിക്ക്. 24 പൂവുണ്ട്. പക്ഷേ അത് കമ്പി കണക്ക് മേടിക്കണമായിരുന്നു ക്രാഫ്റ്റ് ചെയ്യുന്നത്. കമ്പി മേടിക്കാൻ സമയം കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു വല്ല ഈക്കിൽ വെച്ച് അടി വെച്ചാൽ ഇരിക്കും. പക്ഷേ ഗ്ലൂ ഗൺ വേണമായിരുന്നു. പക്ഷെ അതെൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ മറ്റേ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെയോ വെച്ചേക്കുക ആ സാധനം. എന്തായാലും അത് ഓരോ കിഴിയാ അതിനകത്ത്. വണ്ണ് അങ്ങനെ. അയ്യോ നെയിൽ പോളിഷ് മറ്റേ കളർ ഇഷ്ടപ്പെടും എനിക്ക് അറിയത്തില്ല. ഡാർക്ക് അത് അല്ല, അത് അതിൻ്റെ അകത്ത് കാണുന്നോണ്ടാ. മറ്റേ ഒരു ബ്ലൂ കളറാ ഇട്ടിരിക്കുന്ന ഉടുപ്പിന്റെ വേറൊരു ബ്ലൂ. നമുക്ക് ഇലയുടെ ആണാ വേറെ കളറ് അടിക്കുമല്ലോ നീ ഇത്. ആ ഓക്കെ. എല്ലാ കിഴി കഴിച്ചാ? മുടിഞ്ഞിരിച്ചു. ഓക്കെ. എന്തോ പറയാനുള്ള ഇംഗ്ലീഷാ ഇംഗ്ലീഷ്. അയ്യോ അയ്യോ ശരി. ഏയ് ശുണ്ടറി പൊന്നി ജോണി.
എല്ലാം കൊടുത്തു കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ സംസാരിക്കട്ടെ അതിന് ശേഷം കാണാം. ശരിയാണ്. ശരി. ഈ ശുണ്ടറി മക്കളെ ടാറ്റ. ബസ് കിട്ടാൻ എളുപ്പം. എവിടെ നിന്നാലും കിട്ടും. ശുന്ദരി ടാറ്റ പോട്ടെ. ഞാൻ പിന്നെ ഇങ്ങനെ മുറ്റി. ഇവിടെ പാലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അത് അടച്ച്. അപ്പം നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നോണം. അടിപൊളിയല്ലേ, നല്ല വ്യൂ. ഈ ക്യാമറയ്ക്കകത്ത് നല്ല രസമുണ്ടടി. നിന്റെ ക്യാമറ നല്ല. അപ്പം നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കും. ഇതിലേക്കൂടെ നടന്നുകൊണ്ട് റെയിൽവേ പാലത്തിൽ കൂടെ പോകുന്ന എടുത്താൽ 2 തൊട്ട് നമ്മൾ ട്രെയിൻ വന്നില്ലായിരുന്നു. സന്നിധാനത്തിലൂടെ കൊണ്ടുവരുന്നു. അതെ, നമ്മൾ കോളേജിൽ ചെന്നിട്ടപ്പോൾ കാണാം. അതിലേക്കൂടെയാണ് ഞങ്ങൾ നടന്ന് പോകാറ്. എന്ത് ഈ കാലുപിടി. ഓക്കെ, ബൈ ദ വേ കോളേജിലെത്തി. ഞാൻ ഇങ്ങനെ എടുക്കും, എന്നെ നോക്കണ്ട ഉറപ്പാണ്, ഞാൻ എടുക്കും. മൈൻഡ് ചെയ്യണ്ട ആരെയും. അതാ അത്രേ ഉള്ളൂ. എന്തോ അപ്പം നമ്മൾ കോളേജിലെത്തി. ഇതാണ് ഞങ്ങളുടെ കോളേജ്. അടിപൊളിയായിരുന്നു. കണ്ടോ മാറി വരുന്നു ചത്തേനെ. അവിടെ പാത ഇട്ടേക്കും നമുക്ക് നടക്കാൻ. എന്നാലും ഞങ്ങൾ റോഡിൽ കൂടെ നടക്കും. സുഖം. അതാ ഗ്രൗണ്ടിൽ പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിലാണ് ഞങ്ങളുടെ ക്ലാസ് ഇല്ല. നാളെ എന്തോ ഒരു ക്ലാസ് ഉണ്ട്, എക്സ്ട്രാ ക്ലാസ്. വരണമെന്ന് ആലോചിക്കുക. കോളേജിലെത്തി. കോളേജിലൂടെ നടക്കുന്നത് ഇങ്ങനെ നടക്കണം. ഞങ്ങളിവിടെ പുതിയൊരു സംഭവം കിട്ടി. ഞങ്ങൾ കിട്ടിയതല്ല, അവര് കിട്ടി. നമ്മൾ കാണാൻ ഇതുവരെ വന്നിട്ടില്ല. പിന്നെ അടിപൊളി. പിന്നെന്താ എടുക്കാലോ. വെള്ളം കൊള്ളാം, രസമുണ്ട്, വൃത്തിയായി. പക്ഷെ ഇവിടെ വെച്ചൊരു പരിപാടിക്ക് കയറാൻ നമുക്ക് ഭാഗ്യമില്ല. വരാം. ഒരു അടിപൊളി രസമോടി. പക്ഷേ ഒരടിപൊളി നല്ല രസമുണ്ടറി. ഞങ്ങളുടെ കോളേജ് തന്നെയാണോ ഇത്? ഇപ്പം ഞങ്ങളുണ്ടായിരുന്നപ്പോൾ ഇത്രയും ഭംഗിയില്ലായിരുന്നല്ലോ ഈശ്വര. അവിടെയാണ് സ്റ്റേജ് ഇനി വരുന്നത്. ഞങ്ങളും ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ ഫുള്ള് പൊടിയായിരുന്നു. നമ്മൾ ചെയ്യാൻ പോവാണ്. ഇപ്പം ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞെങ്കിൽ ഇരുന്ന് ചെയ്യാൻ വന്നിട്ട്. അപ്പം നമുക്ക് ചെയ്തിട്ട് കാണാം. ഞങ്ങളിവിടെ മരത്തിൻ്റെ ചോട്ടിലായിരുന്നു. മരം അടിപൊളി വൈബൊക്കെ കൊള്ളാം, നല്ല രസമുണ്ട്. അവിടെ നിന്ന് അടിച്ച് പുറത്താക്കായിരുന്ന കൊള്ളാം. ക്ലാസ്സില്ലാതെ ഇവിടെ വന്നിരിക്കുന്നതിനൊന്നും പറയത്തില്ല. നല്ല കോളേജായതുകൊണ്ട് ഒന്നും പറയത്തില്ല, നല്ല കോളേജാണ്. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്തിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ കാണാം. അല്ല, ഇറങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. ഞങ്ങൾ ചെയ്തിട്ട് ഞങ്ങളുടെ മിസ്സിനെ കണ്ട് ഓടുന്നു 2 പേര്. മിസ് എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ കേട്ടാ. നേരെ പോകുന്നത് കണ്ട. ചിലപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യം പറയാം. അപ്പം നമ്മൾ ഇനി ലൈബ്രറി കയറാൻ പോവുകയാണ്. എൻ്റെ ലാപ്ടോപ്പിൻ്റെ ചാർജ് ഇറുന്നു. നേരത്തെ കണ്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ലൈബ്രറി കയറിയിട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ ലൈബ്രറിയിലോട്ട് കയറുന്ന വഴി. ആരാ ഇല്ല ചെയ്യണം. സ്കാൻ ചെയ്തിട്ടൊക്കെ കേട്ടത്തോളൂ. ബാഗ് വെച്ചിട്ട് പോണം. ലൈബ്രറി പാലും അടിച്ചു വാരിക്കൊണ്ടു. ഇവിടെ ബാഗ് ഒക്കെ വെച്ചിട്ട് അതാണ് ഞങ്ങളുടെ ലൈബ്രറി. വൃത്തിയായിട്ട് മാറ്റാം. നമുക്കിനി ലാബിനകത്ത് കയറിയിട്ട് കാണാം. നമുക്ക് ഇത് ഏതോ ഇല്ല, മറ്റേ ബാറ്റിൽ കാണുമ്പോഴേ മറ്റേ ഏത് കൊട്ടാരത്തിനകത്തോട്ട് കയറുന്നുണ്ട്. ഞങ്ങളുടെ ലാബ് ആരുമില്ലാത്ത വിജനമായ ലൈബ്രറി. ഇതാണ് ഞങ്ങളുടെ ലാബ്. ആൾക്കാരുണ്ട്. നമ്മുടെ ലാബിൽ ഇവിടെ എക്സാം നടക്കും. കുറച്ച് സ്റ്റഡി.
കളച്ചിപ്പിച്ചി കളച്ചിപ്പിച്ചി ഒരു പണി പറ്റി എൻ്റെ എനിക്ക് ഡിഗ്രി ചെയ്യാൻ ടൈപ്പ് ചെയ്യണം അപ്പോൾ എനിക്ക് ഫോൺ വേണം ഫസ്റ്റ് വരുമ്പോൾ ലൈറ്റ് ഇവിടെ നിൽക്കുന്നു എൻ്റെ ആഡ് ചെയ്യാറല്ലേ ലോകപ്പെട്ടെ എൻ്റെ അത് ഐ ഡി കാർഡ് എൻ്റെ ട്രെയിനൊക്കെ നിന്റെ മാസിന് വിളിച്ചു ഓ അയാൾ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു ഇതായിട്ട് കിട്ടിയ ഓപ്പണായ ഇതായിട്ട് പക്ഷേ അതെന്ത് അവർ ഇത് നോക്കി വെച്ചേക്കുന്നു കോപ്പി ചെയ്ത് വെച്ചു അവനോട് ഒപ്പിനെന്ന് പറഞ്ഞു പക്ഷെ അവൻ്റെ കൂടി നമ്മൾ പൈസ ഈശ്വര ഇത്രയായിരുന്നു ഇത് ഒരു 10 അതെങ്ങനെയാണ് എനിക്ക് മറ്റേ എന്റെ പോലെ തോനെയില്ലെന്ന് തോന്നുന്നു എനിക്ക് എത്ര പേജ് ഉണ്ട് ടോട്ടൽ 89 അപ്പോൾ അത് കഴിക്കുമ്പോൾ പേജ് ആവും 1-2 എങ്ങനെ ഇത് കാണുന്നത് എന്ന് പറഞ്ഞു ഇപ്പോൾ റിവ്യൂ വെച്ച 10 ഉണ്ടെന്ന് പറഞ്ഞു കാണിച്ചു അങ്ങനെ ഓരോരുത്തര പേരൊക്കെ വെച്ചു പേര് വെച്ചിട്ട് അവർ ചെയ്ത വർഷം എൻ്റെ ടൈപ്പ് ചെയ്യാനുണ്ട് ടൈപ്പ് ചെയ്യുന്നത് ഫോണിൽ കിടക്കും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊക്കെ ചെയ്ത് തീർന്നു അങ്ങനെ ഇറങ്ങാൻ പോപ്പം ഒന്നെത്രയായി 1:30 ഞങ്ങൾ രജിസ്റ്ററിലൊക്കെ എഴുതി ലാബിന് ഇറങ്ങും കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ 1:23 ഇനി ഐ ഡി കാർഡൊക്കെ അടിച്ചിട്ട് ഇറങ്ങും നമ്മളിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങും നമ്മൾ കോളേജിൽ ഇവിടെ ഒരു ഗ്രില്ലൊക്കെ ഉണ്ടായിരുന്ന എടുത്ത് കളഞ്ഞു അപ്പം ഇതാണ് ഞങ്ങളുടെ കോളേജ്. എങ്ങനെ ഉണ്ട്? നല്ല രസമല്ലേ? നല്ല രസം തോന്നുന്നു. എന്തോ ഞാൻ പറഞ്ഞത്. ഞങ്ങളിനി വീട്ടിൽ പോവുകയാണെങ്കിൽ നാളെ ക്ലാസ് കൊണ്ട് വരുമെങ്കിൽ വരുമല്ലേ? പറ്റുമെങ്കിൽ വരും. അതെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ പറ. ബൈ.